കേൾക്കാമോ? സ്തോത്രം. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഗ്രൂപ്പിൽ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ ഗ്രൂപ്പിലോട് ചേർന്ന് ദൈവവചനവുമായിട്ട് ഞാൻ ആയിരിക്കുവാനിടയായത്. അത് ഒരു വാർഷിക സമയം എന്നുള്ളതും കൂടി ഓർത്തിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ വർഷവും ഒരു കാര്യങ്ങൾ, ഒരു ഗ്രൂപ്പൊക്കെ നടത്തി അതിനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യമാണ്. കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ, വുമൺ പ്രയർ വാരിയേഴ്സ് എന്ന പ്രയർ ലൈനിനെ പറ്റി. ഓരോ മണിക്കൂർ 24 മണിക്കൂറും പ്രാർത്ഥന നടത്താൻ പലപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ കംപ്ലൈന്റ് പറയും, ഞങ്ങളുടെ മണിക്കൂറിൽ അല്ല. ഏറ്റവും കൂടുതൽ ഒരിടയ്ക്ക് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് സൂസൻ സിസ്റ്റർ ആയിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ആ സമയം ഒരു വല്ലാത്ത സമയമായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങുന്ന ആ 2 മണി 3 മണിയും ഒക്കെ സമയം, 1 മണി മുതൽ 2 മണി വരെ, 2 മുതൽ 3 വരെ ഒക്കെയുള്ള സമയത്ത് പ്രയാസം. എന്നാൽ ആ കർത്താവിന്റെ ദാസി തനിക്ക് ഒറ്റയ്ക്ക് ഉള്ളതിലും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സംവിധാനം സഹോദരിമാർക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവനെ ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ ഒക്കെ ഒരുക്കുവാൻ ദൈവം തന്റെ ദാസിയുടെ ഹൃദയത്തിൽ കൊടുത്ത ആ വലിയ താല്പര്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് ഓരോ ദിവസവും കൂടുതൽ വളർന്ന് കൂടുതൽ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിക്കും എന്നെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് ദൈവശബ്ദമായി കേട്ടെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമാവുകയുള്ളൂ. എന്നെപ്പറ്റി എന്തൊക്കെയോ ഇവിടെ ഒത്തിരി പറയുവാനിടയായി തന്നു. എന്നാൽ ഞാൻ ഒരു വാക്കുപോലും പറയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയാൽ ദൈവം സഹായിക്കുന്നത് കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തന്നിരിക്കുന്ന ദൈവം അനുസരിച്ച് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെയാണോ, എല്ലാം എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഓരോരോ സമയം മുമ്പോട്ട് വരും തോറും ഉത്തരവാദിത്തങ്ങൾ കൂടി വരുമ്പോൾ, പ്രായം കൂടി വരുമ്പോൾ, ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ, നമ്മൾ പണ്ട് ചെയ്തതുപോലൊന്നും മുന്നോട്ട് വരുമ്പോൾ സാധിക്കാതെ പോകും. എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ കർത്താവിന്റെ കൃപ എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഞാനൊന്ന് ഓടിച്ചു നോക്കി. ഇവിടെ എനിക്ക് പരിചിതരായ വുമൺ പ്രയർ വാരിയേഴ്സ് ലൈനിൽ പ്രാർത്ഥിക്കുന്ന അനേക സഹോദരിമാരെ, പ്രത്യേകിച്ച് ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത ആ പ്രിയ മകളുടെ മാതാവ് അന്നമ്മ ആന്റിയൊക്കെ വളരെ ശക്തമായിട്ട് ഈ ലൈനിൽ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിലാണ് നാം ആയിരിക്കുന്നതെങ്കിലും അല്പസമയം ദൈവവചന ശ്രദ്ധയ്ക്കായി, ദൈവവചനം ചിന്തിക്കുന്നതിനായി നാം ഒന്നിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ നയിക്കുവാൻ, പരിശുദ്ധാത്മാവ് തന്നെ ഹൃദ്യമായി നമ്മോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസി എന്നോട് വചന ശുശ്രൂഷയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സഹോദരിമാരെ കുറിച്ചുള്ള, സഹോദരിമാർക്ക് സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ദൈവം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് അനുഭവത്തിന്റെയും കൂടെ വെളിച്ചത്തിൽ പറയണമേ എന്നോട് പറയുവാനിടയായി തീർന്നു. എന്നല്ല, പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഒരു വചനവുമായി ചിലത് എന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ചിന്തിച്ച, എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന ഒരു വചനം ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് ഇതിനോടനുബന്ധിച്ചുള്ളതായതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവിന് ചിലരോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തന്നെ ഞാൻ ആദ്യമേ തന്നെ എല്ലാവരും വരുന്നതിന് മുമ്പേ എന്ന് വെച്ചാൽ 5 മണിക്ക് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. 5 മണിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ജോയിൻ ആയിട്ടില്ല. അതിന് ശേഷം, അല്പ നിമിഷത്തിന് ശേഷം. എന്നാൽ 2 ആന്റിമാർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ ഒരു ആന്റി പറഞ്ഞു, തൻ്റെ മകന്റെ ജീവിതത്തിൽ ഉള്ള കാര്യത്തിൽ ഒരു ക്രമീകരണമാകാനുള്ള, എനിക്ക് പേഴ്സണലായിട്ട് അവരെ അറിയത്തില്ല കേട്ടോ, എന്നാൽ ആ കാര്യത്തിലുള്ള പ്രയാസവും തൻ്റെ പ്രിയപ്പെട്ടവൻ അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നതും അത് ദൈവം തക്ക സമയമാകുമ്പോൾ പ്രവർത്തിക്കുമെന്ന് മറ്റേ ആന്റി പറയുന്നതും ഒക്കെ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി,
സഹോദരിമാരെ, ഇവിടെ വന്നിരിക്കുന്നവർ, അവർക്ക് ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ, ഓർപ്പിക്കാനുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അല്പസമയത്തെ ധ്യാനത്തിനായി 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. നോക്കുക, ഇവിടെ ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. വളരെ വചനത്തിന് വിവിധ നിലകളിലുള്ള ആത്മീയ മർമ്മങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കും. എന്നാൽ എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഉത്സാഹിപ്പിച്ചത് സഹോദരിമാരിലൂടെയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം. സഹോദരിമാരെ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഒരു ആത്മീയ പ്രവർത്തനം ആ ആയുസ്സിന്റെ നാളുകളിൽ നിവർത്തിച്ചെടുക്കുന്നതിന് വേണ്ടി, കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, സഭയിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ, ദേശത്ത് കർത്താവിന്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുവാൻ ഏത് നിലയിലൊക്കെ സാധിക്കും. അതിനായി നാം എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്നെ ഹൃദയത്തിൽ നൽകിയ പ്രചോദനം. ഇവിടെ ഒരു കൃഷിയെ പറ്റിയും ഗൃഹനിർമ്മാണത്തെ പറ്റിയും ഒക്കെ പറയുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നിടത്ത് അവിടെ പൗലോസ് ഏതെങ്കിലും പുരുഷന്മാരെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ എന്നോ സ്ത്രീലിംഗത്തിലോ പുല്ലിംഗത്തിലോ ഒന്നുമല്ല, അത് എല്ലാവരെയും ഉൾപ്പെടുത്തിയാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പൗലോസ് മാത്രമല്ല, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകും. നമുക്കറിയാം, യുവോദ്യ സുന്ദുകയെ പറ്റി പൗലോസ് പറയുന്നത്, ആ സഹോദരിമാർ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു. അതുപോലെ തന്നെ ഫേബയെ പറ്റി പറയുന്നത് കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്നു ഫേബ. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയിലെല്ലാം സഹോദരിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കർത്താവും അത് തന്നെയാണ് ചെയ്തത്. ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോകുവാൻ സമയമില്ലാത്തത് കൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൂതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുമായിരിക്കണമേ. വേഗത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും വചനത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരും വളരെ ദൈവവചനം പഠിക്കുന്നവരും വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണ്ടും വ്യത്യസ്തമായ ആലോചനകൾ, ദൂതുകളൊക്കെ നൽകാം. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, ദൈവത്തിന്റെ കൃഷിപ്പണിക്കാർ, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം നടത്തുന്നവർ. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മൾ വിചാരിക്കും യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങ് പോകുന്നത് എന്നും. ഏത് കാര്യത്തിലും നമുക്ക് ഒരു ദൈവിക പദ്ധതിയെ പറ്റി പലപ്പോഴും ചിന്തിക്കുവാൻ നമ്മൾ മെനക്കെടാറില്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ, നാം കടന്നു പോകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു. ഒരു വിവാഹം, നമ്മുടെ കുടുംബജീവിതം ആരംഭിച്ചു, അതിന് ശേഷം മക്കളായി, പിന്നെ സഭയായി, പല സ്ഥലങ്ങളിൽ മാറി മാറി ശുശ്രൂഷയായി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ താമസമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്ത് സ്ഥിരതാമസമായി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനകത്തെല്ലാം ദൈവ വിഷയമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളിൽ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് എന്നുള്ളതാണ്. കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരെന്ന്, കോവർക്കേഴ്സ്. ദൈവം ഒരു വശത്ത് ദൈവത്തിന്റെ പദ്ധതികൾ പറയുമ്പോൾ അതിനോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കൂട്ടുവേല. ഒരു വീട് പണിയുമ്പോൾ ആ പണിക്ക് പല നിലകളിലുള്ള സാഹചര്യങ്ങൾ, പല കഴിവുകളുള്ളവര്, അതായത് ആശാരികളുണ്ട്, മേസ്തിരിമാരുണ്ട്, എഞ്ചിനീയർ, അതിന്റെ വരയ്ക്കുന്ന എഞ്ചിനീയർ ഉണ്ട്, അതിന്റെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിൽ വ്യത്യസ്ത കഴിവുകളുള്ള, അറിവുകളുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് അവര് പ്രവർത്തിക്കുമ്പോൾ അവരവരുടേതായ കാര്യം കൃത്യമായിട്ട് നിർവഹിക്കുമ്പോഴാണ് ആ വീട് ഉദ്ദേശിച്ച നിലയിൽ പണിത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ പറയുക, ഞാൻ ഇത്രമേ പറ്റുന്നു, എനിക്ക് ഇവരോട് കൂടെ ചേർന്ന് പോകാൻ പറ്റത്തില്ല, അപ്പൊ ഈ
ഒരു വാർക്കാ സമയത്തൊക്കെ വയറിങ്ങിന് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ ഇടാനുണ്ട്. അത് ചെയ്യാനായിട്ട് ആ വാർക്കുന്ന മനുഷ്യൻ തയ്യാറായില്ലെങ്കിൽ ആ വയറിങ്ങിന്റെ അതിന്റെ ആ ഭംഗി അല്ലെങ്കിൽ അതിന് വേണ്ട പോലെ അത് അകത്തേക്ക് അതിന്റെ ആ കേബിളുകളൊക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ അവിടെ അതിൻ്റെതായ ഒരു പ്രയാസമുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും ഐകമത്യപ്പെട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകും. ദൈവസഭയുടെ കാര്യത്തിലാണേലും ഇത് തന്നെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ, ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരം അത് വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൂസൻ സിസ്റ്റർ അതിനേക്കാൾ വലിയ നിലയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഒരു കാര്യം വന്ന് ഒരു പാർട്ട് നിർവഹിച്ചേച്ച് പോകുന്നതിനേക്കാളും ഭയങ്കര പ്രയാസമാണ് ഇത് എന്നും കണ്ടക്ട് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ആൾക്കാരെ കൂട്ടുക, ആളുകളെ കണ്ടെത്തുക, അത് നടത്തിക്കൊണ്ട് പോവുക എന്നൊക്കെയുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ആരാധിക്കാൻ പാട്ട് പാടാനൊക്കെ ആ പ്രിയ മകളും ഒക്കെ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പാട്ടില്ലാതിരിക്കുന്ന ഒരവസ്ഥ വളരെ ഒരു കുറവാണ് അതിനകത്ത്. എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്ത ശുശ്രൂഷ മണ്ഡലങ്ങൾ, വ്യത്യസ്ത നിലവാരത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെയാണെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലെ എന്നെ ഇന്ന കാര്യം ഏൽപ്പിച്ചെങ്കിലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയാതെ ദൈവം നിന്നെ നിയോഗിച്ചാക്കിയിരിക്കുന്നത്, ദൈവം നിന്നിൽ കൂടെ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏത് വിധത്തിലുള്ള ദൗത്യമായിരുന്നാലും അതിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അതിനായി സമർപ്പിക്കുവാൻ നമുക്കിടയാകുമെങ്കിൽ ദൈവത്തോട് ചേർന്ന് കൂട്ടുവേലക്കാരിയായി ആ ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ, ഒരു വ്യക്തിയെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഭൂമിയിലേക്ക് പൂജാതനാകുവാനുള്ള സമയമായപ്പോൾ ദൈവം മറിയയുടെ അടുക്കൽ ദൂതനെ അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ഒക്കെ നാം കാണുന്നുണ്ട് ആ ദൂതൻ മറിയയെ വന്ന് സന്ദർശിക്കുന്ന ഭാഗങ്ങൾ. വളരെ സുപരിചിതമായ ഭാഗമാണല്ലോ, അതുകൊണ്ട് അവിടേക്ക് വചനമെടുത്ത് വായിക്കേണ്ട ആവശ്യകതയില്ല. ദൂതൻ വന്ന് മറിയയെ കാണുമ്പോൾ, മറിയയോട് സംസാരിക്കുമ്പോൾ ആദ്യം അവളൊന്ന് പകച്ചു. ഇതെന്തൊരു വന്ദനം, എന്താണ് ഇതിന്റെ കാര്യം? അപ്പോൾ ദൂതൻ പറയുകയാണ്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും, അത് ദൈവത്തിന് വേണ്ടി നീ അവന് ഈ പേര് വരെയും നിശ്ചയിച്ച് പറഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചപ്പോൾ മറിയ ഇത് എങ്ങനെ സംഭവിക്കുമെന്നാ ചോദിച്ചത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് കരുതിയിട്ടോ ഇങ്ങനെ ഒരു കാര്യമൊന്നും കേട്ടിട്ടില്ല. കാരണം അവൾ കന്യകയാണ്, അവൾക്ക് മറ്റു പരപുരുഷ ബന്ധങ്ങളൊന്നുമില്ല, അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതേ ഉള്ളൂ. വിവാഹം എന്ന് നടക്കുമെന്ന് പോലും അറിയത്തില്ലായിരിക്കും. യോസേഫുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിട്ടുള്ളതേ ഉള്ളൂ. ആ ഒരവസ്ഥയിൽ ഇപ്പോൾ നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൂതൻ പറഞ്ഞത് അവളോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്, അപ്പോൾ മറിയയുടെ ചോദ്യത്തിന് ഉത്തരമായി. അവൾക്ക് ആ അത്ഭുതകരമായ ഒരു ഗർഭധാരണം നടക്കുവാൻ ഇടയാകുമെന്നുള്ളത് അവൾ മനസ്സിലാക്കി. എന്നാൽ മറിയയ്ക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കത് സാധ്യമല്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കിത് അപമാനകരമായ കാര്യമാണ് എന്നൊക്കെയും ചിന്തിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ദൂതനോട് പറഞ്ഞ് ആ കാര്യത്തിൽ നിന്ന് അവൾക്കൊന്ന് ഒരു ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോകുവാൻ അവസരം ഉണ്ടായിരുന്നു ആവശ്യമെങ്കിൽ. എന്നാൽ മറിയ അതല്ല പറഞ്ഞ്. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവം തന്നെ കുറിച്ച് എന്ത് ആഗ്രഹിച്ചോ അതിന്റെ വരുംവരായികകൾ നോക്കാതെ, അതിന്റെ പരിണിത ഫലങ്ങളെ പറ്റി ചിന്തിക്കാതെ ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ആ ദൈവിക ദൗത്യത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് തലമുറകളോളം ഭാഗ്യവതി എന്ന് വാഴ്ത്തത്തക്കവണ്ണമുള്ള അത്ഭുതകരമായ ഒരു മാതൃത്വത്തിനുടമയാകുവാൻ മറിയയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മളോട് അറിയിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അംഗീകരിക്കാവുന്നതാണെങ്കിൽ നമ്മൾ അങ്ങ് ഏറ്റെടുക്കും. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാ, ഈ പറഞ്ഞ പോലെ ഒരു അപമാന വിഷയമാകുന്നതോ അല്ലെങ്കിൽ സങ്കടകരമായ കാര്യമൊക്കെ ആണെങ്കിൽ, എനിക്കെങ്ങനെയാ, എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ്
ഒഴിഞ്ഞു മാറും. ഇങ്ങനെയൊക്കെ അത് മനുഷ്യ സഹജമാണ്, എല്ലാ മനുഷ്യരും അങ്ങനെയാ. എന്നാൽ ദൈവം പറയുകയാണ്, നിന്നെ ഏൽപ്പിക്കുവാൻ, നിന്നിൽ കൂടെ നിർവഹിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നീ ആ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുകയും അവൈലബിൾ ആകുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ ദൗത്യം നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒരു കൂട്ടുവേല ചെയ്യുവാൻ മറിയയെ ദൈവം വിളിച്ചപ്പോൾ, ദൈവപുത്രൻ ഭൂമിയിൽ പൂജാതനാകുവാനുള്ള ദൈവിക പദ്ധതി അവളോട് അറിയിച്ചപ്പോൾ, അവൾ അതിന്റെ വരും വരായികകളൊന്നും നോക്കിയില്ല. ആരൊക്കെ എന്തൊക്കെ പറയും, എന്റെ വീട്ടുകാരെന്ത് ചിന്തിക്കും, എന്നെ പറ്റി മനുഷ്യൻ, സമൂഹം എന്ത് പറയും, ഇതൊന്നും അവൾക്കൊരു വിഷയമല്ലായിരുന്നു. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പൂർണ്ണമായും ദൈവത്തിന്റെ വാക്കിന് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ചില വ്യക്തികളോട് സംസാരിക്കുന്നത് പ്രകാരമാണ്. നിങ്ങളിൽ കൂടെ പല നിലകളിൽ ദൈവത്തിന്, ഈ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനായി, ലോകത്തിന് ആത്മീയ വെളിച്ചം കാട്ടിക്കൊടുക്കുന്നതിനായി പല സാഹചര്യങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ എങ്കിൽ അതിന്റെ പരിണിത ഫലമായി പല പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. എന്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ ഇന്ന് ഇപ്രകാരം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ ശുഭമായി സുഖമായൊക്കെ ഇരിക്കുവാൻ കാരണമായി തീർന്നത് എന്താണെന്നറിയാമോ? എന്റെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല ഒരു സാഹചര്യത്തിൽ ഞാൻ BSc ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ സുവിശേഷ വേലയ്ക്ക്, പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കുള്ള ദൈവിക വിളി ഞാൻ കേൾക്കുവാൻ ദൈവം എന്നോട് നേരിട്ട് ദൈവവചനത്തിലൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് സംസാരിപ്പാനിടയായി തീർന്നത്. അന്ന് എനിക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ, കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ 12 വയസ്സുള്ളപ്പോൾ മുതൽ പ്രവാചകന്മാർ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാലും എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, സുവിശേഷ വേലയ്ക്കുള്ളതാ, സുവിശേഷ വേലയാ, പൂർണ്ണസമയം കർത്താവിന്റെ വേലയാ. ഞാനൊന്നും അംഗീകരിച്ചു കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ പറയുമ്പോൾ ഇത് ചുമ്മാ ഞാൻ അന്ന് ആ 12 വയസ്സിൽ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുകയും സഭയെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും, ആരെവിടെ ഒരു വാക്യം പറഞ്ഞ് അന്നേരം എടുത്ത് വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ചുറിയുറിക്കൊള്ള നല്ല മിടുക്കിയായിട്ടാണ് ഞാൻ ആ ചെറിയ പ്രായം മുതൽ വളർന്നു വന്നത്. അതുകൊണ്ടാ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ചുമ്മാ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചേ. എനിക്ക് ഒരു താല്പര്യമേ ഇല്ലായിരുന്നു പൂർണ്ണസമയം കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളത്. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ, അത് ദൈവ ശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, എന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതി ഇതാണെന്ന് ഞാൻ ഗ്രഹിച്ചപ്പോൾ, പൂർണ്ണമായും ഞാൻ ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുത്തു. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ പറയുന്ന പാസ്റ്റർമാരോടൊക്കെ ഞാൻ വഴക്ക് പിടിക്കുന്നതും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയുന്നതും ഒക്കെ കേട്ടിട്ട് BSc കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയുക, ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇതേ തീരുമാനിച്ചിരിക്കുക, ഞാൻ സുവിശേഷ വേല ചെയ്യാന്ന്. എൻ്റെ ഫാദർ ഒരു സുവിശേഷ IPCയിലെ സീനിയർ ശുശ്രൂഷകനായിരുന്നു, പാസ്റ്റർ ആയിരുന്നിട്ട് പോലും ഞാൻ പറഞ്ഞ ആ കാര്യം, കാരണം എൻ്റെ സ്വഭാവം അറിയാവുന്നായിരുന്നത് കൊണ്ടും എൻ്റെ കുഞ്ഞിലത്തെ ആ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും എൻ്റെ ഫാദറിന് പോലും അത് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ഒന്നും സാധിച്ചില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചത് മുഖാന്തരമായി ദൈവം തക്കതായ നിലകളിൽ സുവിശേഷ വേലയ്ക്കുള്ള വേദികൾ, വഴികളൊക്കെ ഒരുക്കി തന്നു. ലോകപ്രകാരം ചിന്തിച്ചാൽ മറ്റു ചില കുറച്ചുകൂടെ മെച്ചപ്പെട്ട, കുറച്ചുകൂടെ നല്ല നിലയിലൊക്കെ പോകാമെന്ന് സമൂഹത്തിന് പറയാവുന്ന നിലയിലൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. BSc കഴിഞ്ഞ് ഞാൻ MScക്ക് പോയി. MSc കഴിഞ്ഞ് റാങ്കോടെ പാസ്സായപ്പോൾ BCM കോളേജിൽ ലെക്ചർ പോസ്റ്റിൽ എന്നെ വിളിക്കാൻ ഇടയായി. അവിടെ ഞാൻ പോയില്ല. പോകാഞ്ഞത് ഈ ദൈവിക തീരുമാനം, ദൈവത്തോടെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാ. അപ്പോൾ അത് വീട്ടിൽ പോലും ഞാൻ അറിയിച്ചില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് സുവിശേഷ വേലയിൽ ഇറങ്ങി. സുവിശേഷ വേലയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന മനുഷ്യനാ, കത്തോലിക്ക കുടുംബത്തിൽ നിന്ന്. എൻ്റെ നാത്തൂന്മാർ 2 പേര് കന്യാസ്ത്രീകളാ. കുടുംബത്തിൽ ഭയങ്കര പ്രതികൂലമാണ്. ഞങ്ങളുടെ വീട്ടില് ആർക്കും നമ്മളോട് യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ അതുപോലെ തന്നെ വളരെ സാമ്പത്തിക ഞെരുക്കമാ. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ മേലാത്ത വിധത്തിൽ ഒരു ജോലി ചെയ്താലേ മതിയാവൂ എന്നുള്ള സാഹചര്യത്തിലൊക്കെ പോകേണ്ട അവസ്ഥ വന്നപ്പോഴെല്ലാം പിടിച്ചു നിൽക്കാനിടയായി. അവിടെയൊക്കെ വേണമെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടാമായിരുന്നു, വേണമെങ്കിൽ പോകാമായിരുന്നു ചെല്ലുന്നിടത്തൊക്കെ. എന്നാൽ അതിനുശേഷമാണ് ഞാൻ കേരള പ്രസ് അക്കാഡമിയിൽ നിന്ന് ജേർണലിസം ഒക്കെ പാസ്സായത്. മാതൃഭൂമിയിൽ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ അവരെന്നെ അവിടെ ജോലിക്കെടുക്കാൻ 100% താല്പര്യത്തിൽ പറഞ്ഞു. അവിടെ ഞാൻ നിന്നുകൊടുത്തു, മനസ്സ് വെച്ചില്ല. അതിനുശേഷം എന്നാൽ കഠിനമായ ഞെരുക്കത്തിൽ കൂടെ പോകുന്ന സമയമാണ്. ഭൂമിയിൽ ഏത് മനുഷ്യനും എങ്ങനെയാണെങ്കിലും പോകും. അങ്ങനെയുള്ള ഒരു
പ്രയാസകരമായ സാഹചര്യത്തിൽ കൂടെ, അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ 1, 2, പിന്നെ 3, 4, അങ്ങനെ 4 മക്കളായി. അങ്ങനെയൊക്കെയുള്ള വലിയ മോൻചാന് പഠിക്കാൻ പോയി, മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് പിന്നെ സയാക്സി പഠിക്കാൻ പോയി ബാംഗ്ലൂര്. യാതൊരു വരുമാനവുമില്ല. ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഡക്കാൻ ഹെറാൾഡ് പത്രത്തിലും ഞാൻ MSc-യും ജേർണലിസവും ഒക്കെ കഴിഞ്ഞാണെന്ന് അറിഞ്ഞപ്പം ബാംഗ്ലൂർ ചെന്നപ്പോൾ അവരെനിക്കൊരു വേക്കൻസി ചാൻസ് തരാനൊക്കെ ആഗ്രഹിച്ചു. അവിടെയും ഞാൻ കയറിയില്ല. അപ്പൊ എല്ലാവരും എന്നെ കുറച്ചു കൂട്ടർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ പറ്റി വലിയ ബോധ്യമില്ലാത്തവരൊക്കെ എന്നെ വഴക്ക് പറയും. ഇത്രയും കഴിവുണ്ടായിട്ട്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട്, അവസരങ്ങൾ മുന്നേ വന്നിട്ട് ഇതൊന്നും എടുക്കാതെ പോകാതെ കഷ്ടതയുടെയും പട്ടിണിയുടെയും മാർഗത്തിൽ കൂടെ കഷ്ടപ്പെട്ടു പോവാ, സുവിശേഷ വേല ചെയ്യാൻ ആ പുള്ളി അങ്ങ് ചെയ്തോളത്തില്ലേ. എത്രയോ സഹോദരിമാരുണ്ട് ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർന്ന്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ നടത്തും, എങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞ ഒരു കൂട്ടം ആളുകളും, മറുവശത്ത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ബലപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട്. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് എനിക്ക് അങ്ങോട്ട് പുറകോട്ട് നോക്കുമ്പോണ്ടല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ ഏതെല്ലാം കഷ്ടതയിലൂടെയും ഞെരുക്കത്തിലൂടെയും വേദനയിലൂടെയും പോയെങ്കിലും ദൈവത്തോട് ഞാൻ എടുത്ത തീരുമാനം പാലിച്ചത് മുഖാന്തരമായി ഇന്നിപ്പോ എനിക്ക് ഒരു വിഷമവും ഇല്ല, ഒരു ആശങ്കയ്ക്കും വകയില്ല. എനിക്ക് വിശദീകരിക്കാൻ സമയം പോരാ. ദൈവത്തിന്റെ കൃപയാൽ ഏറ്റവും അനുഗ്രഹീതമായി ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ എന്തെങ്കിലും എന്നെ ഒന്ന് പൊക്കി പറയാനോ എന്തെങ്കിലും കാണിക്കാൻ കാര്യത്തിനല്ല ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് നാം ഒരു കമ്മിറ്റ്മെന്റിൽ ഏർപ്പെട്ടാൽ, കർത്താവെ നിന്റെ കൃപ എനിക്ക് മതി, ഞാൻ ആ കൃപയിൽ ആശ്രയിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ അന്നേരം എല്ലാം വലിയ അനുഗ്രഹവും സന്തോഷവും സമൃദ്ധിയും ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇതുപോലെ ഞെരുക്കം അനുഭവിച്ച ജീവിതം മറ്റാർക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പലവട്ടം ഫീസ് കൊടുക്കാനില്ലാഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട. കാരണം എനിക്ക് നിർബന്ധമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. അതുകൊണ്ട് CBSE സിലബസ് ഉള്ള ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന വിശ്വാസത്താൽ സ്കൂളിൽ തന്നെ ചേർത്തു. പക്ഷെ ഫീസ് കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെയൊക്കെ വിഷമിച്ചെങ്കിലും ഇന്നിപ്പോൾ അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസവും ഉന്നതമായ നിലവാരവും, ഞങ്ങൾക്ക് ഭവനത്തിന് സ്വന്തം അർഹതപ്പെട്ട വീതം പോലും തരാതെയാണ് സുവിശേഷം വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട്, കർത്താവിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നുകൊണ്ട് കുടുംബസ്വത്ത് പോലും ലഭിക്കാതെയാണ് ഞങ്ങൾ വന്നതെങ്കിലും തിരുവല്ലയിൽ ഏറ്റവും മാന്യമായ അവസ്ഥയിൽ പോകുവാൻ, ജീവിക്കുവാൻ സ്വന്തമായ ഭവനവും സൗകര്യവും ഒരുക്കി തന്നത്. ഇത് മെറ്റീരിയൽ ബെനിഫിറ്റുകളുടെ വലിയ കാര്യമാണെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി നാം ഒരു ചുവട് വയ്ക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടേതായ കാര്യങ്ങളെല്ലാം നിശ്ചയമായിട്ടും ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊള്ളും. എനിക്ക് ഒത്തിരി പേരുടെ അനുഭവം അറിയാം കേട്ടോ. ദൈവം കൊടുത്ത തീരുമാനത്തിന് നിലനിൽക്കുവാൻ കഴിയാതെ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ നല്ല ജോലി കിട്ടിയപ്പം ഏതായാലും എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടോ ഒരു കുഞ്ഞ്. പിന്നെ തിരിച്ച് ദൈവത്തിന്റെ അടി മേടിച്ചിട്ടാണ് തിരിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അവന് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഇച്ചിരി കാര്യങ്ങളൊക്കെ വന്ന് ഗൾഫിലൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ സുവിശേഷ വയലിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പിന്നെ തിരിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവേ ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് ദൈവസന്നിധി സമർപ്പിച്ച് ഇപ്പോൾ ശക്തമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുക. അത് നമ്മൾ ദൈവം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തയോടെയും ദൈവം വിളിക്കുന്ന വിളിക്കനുസരിച്ച് തീരുമാനത്തിൽ സ്ഥിരതയോടെ നിൽക്കാമെങ്കിൽ നിശ്ചയമായും ദൈവിക പദ്ധതിയിൽ നമ്മളെ ദൈവം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട മറിയ ലോകത്തിൽ അനുഗ്രഹീതയായി മാറുവാൻ ഇടയായി തീർന്നു. അതാണ് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി നിൽക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം തരുന്ന ഗൈഡൻസ് അനുസരിച്ച് ഒന്ന് അങ്ങോട്ടോ മുന്നോട്ടൊന്ന് പോയാൽ മാത്രം മതി. കർത്താവ് രക്ഷകനായ യേശുവിനെ ഭൂമിയിൽ നൽകുവാൻ തക്കവണ്ണം ആ മറിയ എന്ന സ്ത്രീ അവളുടെ സ്ത്രീത്വത്തെ നോക്കാതെ, അവളുടെ വ്യക്തിത്വത്തെ നോക്കാതെ, അവൾക്കുണ്ടാകാവുന്ന അപമാനത്തെ നോക്കാതെ, അവൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കാതെ എടുത്തുചാടുവാൻ തയ്യാറായതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ എത്ര പേർ ഇന്ന് പകൽക്കാലം തീരുമാനിക്കും, ദൈവമേ നീ എന്നെ പറ്റി എന്ത് ചെയ്യുവാൻ, ഏത് നിലയിലുള്ള ശുശ്രൂഷയ്ക്കായി, ഏത് നിലയിലുള്ള കൂട്ടുവേലയ്ക്കായി നീ എന്നെ ആഗ്രഹിക്കുന്നു, അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിശ്ചയമായും നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. ദൈവവചനത്തിലുടനീളം നമുക്ക് അനേക സഹോദരിമാരെ കാണാം. വിവരിപ്പാൻ സമയം പോരല്ലോ. ദെബോരയെ പറ്റി നോക്കുമ്പോൾ മറ്റൊരു പുരുഷനില്ലായിരുന്നു ഇസ്രായേലിൽ നായകത്വം ഏറ്റെടുക്കാൻ. ഈ ദൈവവചനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ആത്മീയ നേതൃത്വ രംഗത്ത് വന്നതെന്നു ചോദിച്ചാൽ ഒരു പുരുഷനില്ലാതിരുന്ന സ്ഥാനം
സ്ഥാനത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ യൂത്തും എസ്തേറും ഒക്കെ അവരുടെ പേരിൽ തന്നെ ദൈവവചനത്തിൽ പുസ്തകം എഴുതത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എന്താണെന്നറിയാമോ? അതാത് കാലഘട്ടത്തിൽ അവർ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവം അവരിൽ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്കായി സ്വയം സമർപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ദൈവം നമ്മെ കൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി സമർപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃഷി. ദൈവത്തിന്റെ കൃഷി എന്ന വിഷയത്തെ പറ്റി നമ്മൾ അല്പമായി ചിന്തിക്കുക. ഓരോ സഹോദരിയും ദൈവത്തിന്റെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഈ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് നല്ല പരിചയം കാണും അല്ലേ? ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുകയും ഈ വിദേശ രാജ്യത്തൊക്കെ ഉള്ളവർക്കൊന്നും അത്രയും വലിയ അറിവില്ലെങ്കിലും കേരളത്തിലുള്ള നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. ഒരു കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു കർഷകന്റെ മകളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ആ പാടെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, പക്ഷെ എൻ്റെ വീട് നിറയെ മുറ്റം നിറയും ചെടികളും എൻ്റെ അച്ചിരി ടെറസ് ഉള്ളിടത്തും ഒരു ശകല മണ്ണുള്ളിടത്തും ഒക്കെ എന്തൊക്കെ സാധനങ്ങൾ വെക്കാവോ അതെല്ലാം വെച്ച് വളർത്തി അങ്ങനെയുള്ള ഒരു അവസ്ഥ. എത്ര തിരക്കാണേലും ഓടിപ്പോയി ഞാൻ. നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ നെറ്റിയിൽ ഈ ചെറിയ കുരുക്കളൊക്കെ കാണാം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കഠിനമായ ചൂടിനിടയ്ക്ക് സമയമില്ലാത്ത സമയത്ത് ഓടിപ്പോയി വെയിലൊക്കെ കൊണ്ടതിൻ്റെതായ ഫലമായിട്ടായി. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ചെടികളൊക്കെ പൂത്തു നിൽക്കുകയും എൻ്റെ കൃഷി ചെയ്ത സാധനങ്ങൾ എടുത്ത് എനിക്ക് സാധനങ്ങൾ എനിക്ക് പാചകം ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഉണ്ടല്ലോ, ഈ കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധ ആവശ്യമുള്ള, പരിചരണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ദൈവത്തിന്റെ കൃഷിക്കാരിയാണ് നാം എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഏതൊക്കെ രംഗങ്ങളിലാണ് ഈ കൃഷി നടത്തുവാൻ സാധിക്കുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു തണ്ട്, ഒരു കമ്പ് നട്ടാലേ അതിനെ നമുക്ക് അതിന്റെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ ഒരു വിത്ത് നടുമ്പോൾ മണ്ണിലേക്ക് ആ മണ്ണിനെ ഒരുക്കിയെടുക്കണം. ആ മണ്ണിലേക്ക് ഒരു വിത്ത് നടണം. ആ വിത്ത് ഇട്ടേച്ചങ്ങ് പോയാൽ പോരാ. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വളർന്ന് വിത്ത് ചെറിയ ചെടിയായിട്ട് അതിങ്ങി വരുമ്പോൾ ശക്തിയായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. വളരെ സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ കൈകൊണ്ട് തളിച്ചോ ഒക്കെ കൊടുക്കണം. എന്നിട്ട് അതിനെ വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വേണ്ടിയ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ക്രമമായ ശ്രദ്ധയും പരിചരണവും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ഭവനത്തിലെ കൃഷിക്കാരിയാണ് നാം. അത് എന്തിനാണെന്നറിയാം, നമുക്ക് വീട്ടിൽ പച്ചക്കറിയും ചെടിയും വളർത്തുന്ന ഞാൻ പറഞ്ഞ ആ കൃഷി അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ കൃഷി. ദൈവത്തിന്റെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നമ്മളാൽ ആവോളം പ്രവർത്തിക്കുക. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങൾ, അത് പ്രത്യേകമായിട്ടും സഹോദരിമാര് ഈ കൃഷി ചെയ്യേണ്ടിയത് കുടുംബത്തിലാണ്. തലമുറകളെ ദൈവവിഷയമായി വളർത്തിയെടുക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, മക്കൾ ജനിച്ച് അവർ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, വളർന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആകും. ഞാനിപ്പോ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ആളായിരുന്നു, പക്ഷെ അന്നേരത്തേനും കൊച്ചുമോളെ കിട്ടി. അപ്പം അതിന് കുറച്ച് സമയം നമുക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വളർത്തുന്ന അത്രയും ബന്ധപ്പാടില്ല കൊച്ചുമോളെ, കാരണം അവരുടെ അപ്പനും അമ്മയും ഉണ്ടല്ലോ പിന്നെ ഇടയ്ക്ക് ബാക്കി കാര്യം നോക്കാൻ. പക്ഷെ ഒരു കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ, ഒരു ചെടിയെ എങ്ങനെ പരിപാലിക്കുക എന്ന് പറഞ്ഞതുപോലെ പരിപാലിക്കുക. അത് ആത്മീയ വിഷയമായിട്ടുള്ള ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുവാൻ, അവരെ ശരിയായ ആരോഗ്യകരമായ ആത്മീയ ജീവിതത്തിനുടമകളാക്കി വളർത്തുക എന്നുള്ളതായിരിക്കണം കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെയും എനിക്ക് ഒരു അനുഭവം പറയാനുണ്ട്. എൻ്റെ മക്കൾ 4 പേരാണ്, 2 പെൺമക്കളും 2 ആൺമക്കളും. കാര്യം അവര് സഭയിൽ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ഒന്നിലധികം BBSകൾക്ക് ഞാൻ അവരെ വിടുമായിരുന്നു. മർത്തോമായുടെ BBSന് വരെയും വിട്ടിട്ടുണ്ട്, പല സഭകളിലെ BBSനും. അങ്ങനെ പല കാര്യങ്ങൾക്ക് ആത്മീയമായിട്ട് അവർക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് അവസരമുണ്ടോ അതെല്ലാം കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തന്നെയും അവരെ 4 പേരെയും വചനം പഠിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ആത്മീയ മാർഗനിർദ്ദേശം നൽകുക, അവരെ ആ വിശ്വാസത്തിലേക്ക് നയിക്കുക, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനാണ് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ഒരു വാക്യം
അല്പം ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉപദേശകരമായ വിഷയങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ 2-3 മാസമൊക്കെ എടുക്കും രക്ഷയെ പറ്റിയോ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തെ പറ്റിയോ അങ്ങനെ പല പല വിഷയങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി നോട്ട് തയ്യാറാക്കും. ഒരു സ്കൂളിൽ പോകുമ്പോൾ നോട്ട് തയ്യാറാക്കും. വൈകിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഒരു വാക്യവും പഠിപ്പിച്ച ഒരു വചനം അവരിലേക്ക് കൊടുക്കണമല്ലോ. അതിന് ഇച്ചിരി പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഈ 4 മക്കളെയും വചനം പഠിപ്പിച്ചത് കൊണ്ട് അവരെല്ലാവരും 12നും 15നും ഇടയ്ക്കുള്ള പ്രായത്തിൽ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അവർ വചനത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരായി തീർന്നു. അവരെവിടെ പോയാലും എവിടെങ്കിലും ഒരു ഉപദേശത്തിൽ നിന്നും വിരുദ്ധമായ കാര്യം കേട്ടാൽ എന്നെ വിളിച്ചു ചോദിക്കും, ഇതിങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലേ എന്നിങ്ങനെ ചോദിക്കുവാൻ തക്കവണ്ണം ദൈവവചനം അവരുടെ ഉള്ളിൽ ആക്കി കൊടുക്കുവാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ, അതായത് അവർ ആ ടീനേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരിലേക്ക് വചനം കൊടുക്കുകയും അവരെ വചനം പഠിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്താൽ നമ്മൾ നമ്മളുടെ തലമുറകളെ നേടുവാനിടയായി തീരും. പലപ്പോഴും നമുക്കറിയാം, ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ തലമുറകൾ അവർ പഠനത്തോടുള്ള ബന്ധത്തിൽ വിദേശത്തോ മറ്റേ വിദൂര സ്ഥലങ്ങളിലും ഒക്കെ പോയി കഴിയുമ്പോൾ ദൈവസന്നിധി വിട്ട് അകന്നു പോവുകയും അവർക്ക് ലോകത്തിന്റെ വഴികളിലേക്ക് തിരികുകയും വേണ്ടാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട് അവർ കുടുംബ ബന്ധങ്ങൾ പോലും അവർക്ക് പ്രയാസകരമായ നിലയിലേക്ക് മാറുകയും മാതാപിതാക്കന്മാർ കണ്ണുനീരിലായിരിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിക്കാൻ സാധിക്കാതെ പല വഴിയിലേക്ക് തിരിഞ്ഞു പോയി, പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ അഡിക്ഷനിലൊക്കെ അകപ്പെട്ടു പോയിട്ട് മൊബൈലിന്റെ ഗെയിമിനൊക്കെ ആയിട്ട് അടിമകളായി പോയി വേണ്ടവണ്ണം പഠിക്കാൻ കഴിയാതെയും ഒക്കെ വന്നു. എന്നാൽ അവരുടെ ആ ചെറിയ പ്രായത്തിൽ നമ്മൾ അവരിലേക്ക് വേണ്ടുന്ന ആത്മീയ മൂല്യങ്ങൾ പകർന്നു കൊടുത്താൽ നിശ്ചയമായും അവർ വളർന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അപ്പോൾ ഈ കൃഷിയെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. കൃഷി, ദൈവത്തിന്റെ കൃഷി എന്ന് പറയുമ്പോൾ വിത്ത് വിതച്ചു, നമ്മൾ ദൈവവചനം ദൈവത്തിനോടുള്ള വിശ്വാസം, ഇതൊക്കെയാണ് വിത്ത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിത്ത് ദൈവവചനമാണ്. വചനം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്തു, അത് കിളിർത്ത് ഫലം കായ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു കൃഷി ചെയ്യുമ്പോൾ ഒരു വിത്ത് വിതച്ചിരിക്കുമ്പോൾ അതിന് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. വളം കൂറുള്ള മണ്ണിൽ മണ്ണ് പരുവപ്പെടുത്തിയതിനു ശേഷം ആദ്യമൊന്നും വളം വേണ്ട, പക്ഷെ നമ്മൾ വെള്ളം വളരെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്താണ് ഒരു ആത്മീയപരമായ ഈ കൃഷിയിൽ ഉള്ള വെള്ളം എന്നത്? ഒരമ്മയുടെ കണ്ണുനീരാണ്. ആ അമ്മ ഇരുന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ക്രമാനുഗതമായി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരും. അവരിലേക്ക് പകരപ്പെടുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും സാത്താൻ കുത്തിയെടുത്തുകൊണ്ട് പോകും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾ ഒരുപക്ഷെ അത് ഫലത്തിലെത്തുവാൻ കഴിയാതെ അവരിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ നീ ഇരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണോ? പ്രാർത്ഥിക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നല്ലേ? കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണെങ്കിൽ ആ കൃഷിയെ നീ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന അമ്മമാരെല്ലാം മക്കൾക്ക് വേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പറ്റി ഒന്ന് നോക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്നതല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവരുടെ ആത്മീയ ജീവിതം എത്രമാത്രമുണ്ട്, അവരെല്ലാ സഭായോഗത്തിനും പോകുന്നുണ്ടോ, അവർ നല്ലതായിട്ട് അവരുടെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ നടത്തുന്നുണ്ടോ, അവർ വ്യക്തിപരമായ വചനം ധ്യാനിച്ച് നോട്ട് തയ്യാറാക്കിയൊക്കെ ദൈവസന്നിധിയിൽ അവരുടെ ജീവിതം ക്രമീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയത്തില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കൾ 4 പേരും ഇന്ന് വീട്ടിലില്ല. പെൺമക്കളെ 2 വിവാഹം ചെയ്തയച്ചു, ആൺമക്കൾ 2 വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തില്ല. ഞങ്ങളുടെ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരായിരിക്കുന്ന സ്ഥാനത്ത് ഇവരെങ്ങനെയാണ് എന്നൊന്ന് കാര്യം നമുക്കറിയത്തില്ല. നമ്മൾ അവരുടെ കൂടെ താമസിക്കുന്നതുമില്ലല്ലോ. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, നാം പ്രാർത്ഥിച്ച് വെള്ളമൊഴിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീര് നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ നീ ഒഴിച്ചിട്ടുണ്ടോ, നിനക്ക് കൊടുക്കേണ്ടുന്നതായ ആ വചനത്തിലുള്ള ആ ഗ്രാഹ്യത്തിലേക്ക് അവരെ എവിടെയൊക്കെ നയിക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ, ആ കാര്യം നീ വിശ്വസ്തയോടെ നിർവഹിച്ചുവെങ്കിൽ നിശ്ചയമായും എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയാലും ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ അവർ അകപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ആ ഒരു ബോധ്യമാണ് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് എനിക്കുള്ളത്. എനിക്കറിയാം, ഞാൻ നല്ലൊരു വചനം പഠിപ്പിച്ച മക്കളാ. എനിക്ക് നല്ല ബോധ്യം ആ കാര്യത്തിൽ. പാസ്റ്റർമാരെ ഏൽപ്പിച്ചില്ല, അവരുടെ അപ്പനെ ഏൽപ്പിച്ചില്ല. ഞാൻ എൻ്റെ നിർബന്ധത്തിൽ കുത്തിയിരുന്ന് വളരെ
നോട്ട് തയ്യാറാക്കി കൃത്യമായിട്ട് വചനം പഠിപ്പിച്ച എൻ്റെ മക്കളെ അവരുടെ ആ ടീനേജ് പ്രായമായപ്പോൾ അവരുടെ വീട്ടിൽ വിദൂരത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ ചെയ്ത്, അതുകൊണ്ട് എനിക്കറിയാം ദൈവം അവരെ സംരക്ഷിക്കും. അവർ ദൈവ വഴി വിട്ട് മാറിപ്പോകത്തില്ല. പ്രിയമുള്ളവരെ, മക്കളെ പറ്റി വളരെ ഉത്തരവാദിത്വത്തോടെ ഇത് ദൈവത്തിന്റെ ഒരു കൃഷിയാണെന്ന് മനസ്സിലാക്കി കുടുംബാന്തരീക്ഷത്തിൽ ആ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ പറഞ്ഞു കൊടുക്കാനും കൂടെ ഇരുത്താനും ഒന്നും ആളില്ലെങ്കിൽ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ വുമൺ പ്രെയർ വാരിയേഴ്സിൽ എല്ലാ ചൊവ്വാഴ്ചയും ഫുൾ 24 മണിക്കൂറും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായ നാളുകൾ മുതൽ എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി അങ്ങനെ നാം പ്രാർത്ഥിച്ച് നാം കണ്ണുനീരൊഴിച്ച്, അത് ഒരു തുരുത്തിയിൽ കണ്ണുനീര് ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്ന വചനമുണ്ടല്ലോ, അതുപോലെ അതൊരു വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരു കൃഷിക്ക്, ഒരു ചെടിക്ക് വളരുവാൻ, അതൊരു വൃക്ഷമാകുമ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കൂടുതൽ കൂടുതൽ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ ആ കൃഷിയുടെ, ആ വലിയ കൃഷിയുടെ ഭാഗമായി മാറുകയാണെന്നുള്ളതാ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നിടത്തോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോ ഒന്നും നമ്മുടെ മക്കളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒക്കത്തില്ല. അവരേതൊക്കെ അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അമ്മ എന്നുള്ള നിലയ്ക്ക് നാം ചെയ്യേണ്ടുന്ന കാര്യം യഥാസമയം നാം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, നിർവഹിക്കുവാൻ നാം ദൈവസന്നിധിയിൽ തീരുമാനിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം അവരിൽ കൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിക്കാമോ? മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി അമ്മമാർ എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തെ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ അതാ, എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയായി തീരും, അവരുടെ ആത്മീയ ഭാവി എന്താകും. ആത്മീയ ഭാവിയെക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഭൗമിക നന്മയെ പറ്റി, അവരുടെ ഭൗമിക അനുഗ്രഹത്തെ പറ്റിയായി ഇന്ന് അമ്മമാര് കൺസേൺ ആയിരിക്കുന്നു എന്നുള്ളത്. അതിന് ഒരു ഏറ്റവും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. നമ്മള് മിക്കവാറും എന്തുവാ പണ്ടത്തെ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ ശനിയാഴ്ച ദിവസം ഒരു കാരണവശാലും സ്കൂളിലെ പുസ്തകം പഠിപ്പിക്കത്തില്ലായിരുന്നു. ദൈവവചനം പഠിക്കണം, വാക്യം പഠിക്കണം, സൺഡേ സ്കൂളിന്റെ പാഠം പഠിക്കണം, അങ്ങനെയൊക്കെ ബൈബിൾ മനഃപ്പാഠമാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആരാധന മുടങ്ങിയിട്ട് ഒരു പരിപാടിയും ഇല്ല. എന്നാ വിഷയം ഉണ്ടെങ്കിലും ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിക്കൊള്ളണം. അത് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ സാഹചര്യം വന്നപ്പോൾ അമ്മമാർക്ക് ശനിയാഴ്ച എൻട്രൻസിന്റെ, വെള്ളിയാഴ്ച വരെ സ്കൂളിലെ പഠിക്കുന്നു, ശനിയാഴ്ച എൻട്രൻസ് കോച്ചിങ്, ഞായറാഴ്ച എൻട്രൻസ് ക്ലാസ്. അപ്പൊ സഭായോഗം മുടക്കിയിട്ട് കുഞ്ഞുങ്ങളെ എൻട്രൻസിന് വിടണം. അപ്പൊ അന്നത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി ശനിയാഴ്ച അവരതിരുന്ന് പഠിക്കണം. അപ്പോൾ ദൈവവചനത്തിന് ഒരു സാധ്യതയുമില്ല. എൻ്റെ മോള് സൺഡേ സ്കൂൾ ടീച്ചറാണ്, എൻ്റെ മൂത്ത മോള്. വളരെ പ്രമുഖമായ ഒരു ചർച്ചിലെ ആണ് അവൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളിന്റെ പരീക്ഷയായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ പാഠം പഠിപ്പിക്കണം, പരീക്ഷയാണെന്ന് ആ അമ്മമാരോട് പറഞ്ഞപ്പോ ഒരമ്മ വന്ന് പറയാ, അതെ ചേച്ചി, പരീക്ഷയ്ക്ക് ഇടുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങ് തന്നേരെ, ഞാനത് പഠിപ്പിച്ചോളാമെന്ന്. നോക്കിയേ കുഞ്ഞിനെ. അപ്പൊ അതേസമയം സ്കൂളിലാണെങ്കിൽ ചെന്നിട്ട് ചോദിക്കുവോ, ടെർമിനൽ എക്സാമിന് ഇടുന്ന ടീച്ചർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി തന്നേരും, ഞാനത് പഠിപ്പിച്ചോളാമെന്ന് ആരെങ്കിലും പറയുവോ? അപ്പോൾ നമ്മളുടെ എന്തുമാത്രം ആത്മീയ വിഷയമായിട്ട് പുറകോട്ട് പോയെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഈ അത്രയും പഠിച്ചാൽ മതി, പരീക്ഷയ്ക്ക് ജയിക്കാൻ മാത്രം പഠിച്ചാൽ മതി. ബൈബിൾ പഠിക്കുമ്പോൾ അതിന് ആവശ്യമുള്ളൂ. അതേസമയം മറ്റ് പാഠപുസ്തകം പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആ വാക്ക് മുതൽ അവസാനം വരെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മനഃപ്പാഠമാക്കിപ്പിക്കാനും മെനക്കെട്ടിരുന്ന് പഠിപ്പിക്കാനും കൂടെ ഇരിക്കാനും ഒന്നും അമ്മയ്ക്ക് ഒരു മടിയില്ല. കാരണം അവൻ വലിയ ഡോക്ടറും വലിയ ഉള്ളിയൊക്കെ ആകേണ്ടിയതല്ലേ. ഈ ബൈബിൾ കുറേയേറെ പഠിച്ചിട്ട് എന്നാ കാര്യം? ഇന്നത്തെ ആത്മീയ ദർശനം ആദ്യം അമ്മമാർക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് പിന്നീട് തലമുറകളിലേക്ക് അത് പിന്തുടരുവാനോ പകരുവാനോ സാധിക്കാതിരിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ തലമുറയെ ഒന്ന് ഏൽപ്പിച്ച്, അവരെ വചനം പഠിപ്പിക്കുന്നതിന് നിർബന്ധമുള്ളവരാക്കി ദൈവത്തിന്റെ കൃഷിയിലേക്ക് അവരെ ഇറക്കുവാൻ, ദൈവത്തിന്റെ ആ പ്രവർത്തിക്കായി അവരെ ഒരുക്കുവാൻ ഞാൻ തയ്യാറാകുമെന്ന് എത്ര പേർ സമർപ്പിക്കുവാൻ തയ്യാറാകും? ഇന്ന്
പകൽ ദൈവത്തിന് അതാണ് ആവശ്യം. നാം ആത്മീയ വിഷയമായ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നിലപാടെടുത്താൽ പിന്നെ ഭൗമിക കാര്യത്തിലൊന്നും നമ്മളൊന്നും അന്വേഷിക്കുകയേ വേണ്ട. ദൈവം അങ്ങ് നടത്തിക്കോളും. ഞാൻ അനുഭവം ഉണ്ടാവുകൊണ്ടും കൂടിയാ പറയുന്നത്. ഞാൻ പഠിത്തത്തിനൊന്നും അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. നിർബന്ധിച്ച് കുത്തി ഇരുത്തി പഠിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. അവനവന് കഴിയുന്നത് പോലെ മതി. എൻ്റെ മൂത്ത മകൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവന് ഒത്തിരി മാർക്കൊക്കെ കുറവായിരുന്നു. അപ്പൊ അവന് ഒരു കുറച്ചു നാളൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കാനൊക്കെ നോക്കി നടക്കുന്നില്ല. ഞാൻ നേരെ അവൻ പഠിക്കുമ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ പരീക്ഷയും വരുമ്പോൾ ആ പരീക്ഷ തീരുന്നത് വരെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്നവൻ MBA കഴിഞ്ഞിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുക, ദൈവത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന് വേണ്ടി നാം ചെയ്യേണ്ടത് ചെയ്താൽ. എന്നാൽ വചനം പഠിക്കുന്ന കാര്യത്തിൽ അവന് ഒരു എക്സ്ക്യൂസും ഇല്ലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും ഇന്ന് പഠിച്ചേ ഒക്കത്തുള്ളായിരുന്നു. ഇങ്ങനെ നിർബന്ധം ആ വിഷയത്തിൽ ഞാൻ എടുത്തു, മറ്റൊരു കാര്യത്തിൽ നിർബന്ധിച്ചിട്ടില്ല. എന്നാൽ ദൈവം യഥാസമയം എല്ലാ കാര്യവും ഭംഗിയായി നിർവഹിപ്പാൻ ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി നീ വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവവിഷയമായ കാര്യത്തിൽ നിനക്ക് നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും ആവശ്യബോധവും ഉണ്ടാകുമ്പോൾ, നീ അറിയാതെ നിന്റെ തലമുറയുടെ മറ്റു ഭാവി കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന നന്മകൾ ഒക്കെ കൃത്യമായിട്ട് യഥാസമയം ദൈവം നൽകിക്കൊടുത്ത് അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കൃഷിയിലെ ഒരു വലിയ ദൗത്യ നിർവഹണത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. അത് അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്നുള്ളതാണ്. അവിടെ അല്പസമയം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിൽ കഴിഞ്ഞ 2 കാര്യങ്ങൾ നിർത്തിയിട്ട് ഇവിടേക്ക് ഞാൻ അല്പം വിശദീകരണത്തിനായി വരുന്നത്. ഗൃഹനിർമ്മാണം നമുക്കറിയാം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ആ വാക്യം ഒന്ന് നോക്കാമോ? സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. നോക്കുക, ഈ ഗൃഹനിർമ്മാണത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമായത്. ഗൃഹനിർമ്മാണം എന്ന് പറയുമ്പോൾ വീട് പണിയുക. വീട് പണിയെന്ന് പറഞ്ഞാൽ അക്ഷരികമായി ഇഷ്ടിക കെട്ടി സിമന്റ് കൊണ്ടുവന്ന് അങ്ങനെ അധ്വാനിച്ച് ഒരു അക്ഷരികമായ ഒരു വീട് പണി അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഭവനം എന്ന ഗൃഹം അല്ലെങ്കിൽ ദൈവഗൃഹത്തിൽ, ദൈവത്തിന്റെ സഭയാ മന്ദിരത്തിൽ നമ്മളുടെ പാർട്ട്, നമ്മുടെ വീടിന്റെ പണി, അത് ഒരു വശത്ത് പറഞ്ഞാൽ കുടുംബ സംബന്ധമായി സഹോദരിമാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവർക്ക് മാത്രം ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. നോക്കുക, ആ ഗൃഹനിർമ്മാണ ദൗത്യം ഓരോ സഹോദരിയെ സംബന്ധിച്ചും വളരെ വളരെ പ്രധാനമുള്ളതാണ്. നമ്മൾ പലപ്പോഴും അതിന്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, നമ്മുടെ വീട്, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ ഭർത്താവ്, അത് അടങ്ങുന്ന നമ്മളുടെ ആ കുടുംബത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അത് പൂർണ്ണമായും നിക്ഷിപ്തമായിരിക്കുന്നത് ആ ഭവനത്തിലെ സ്ത്രീയിലാണ്. അവര് ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ ഭാവി ശോഭനമായിരിക്കത്തുള്ളൂ. മറ്റൊരു കാര്യം കൂടെ അവിടെ പറയുന്നത്, പോഷത്വമുള്ളവള് സ്വന്തം കൈയാൽ അത് പൊളിച്ചു കളയുന്നെന്നാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ കൈകൊണ്ട് നമ്മളുടെ അധ്വാനത്താൽ ഉണ്ടാക്കിയ ഒരു കാര്യം പൊളിച്ചു കളയുമോ? പക്ഷേ ഇവിടെ നോക്കുക, ഈ ജ്ഞാനമുള്ള സ്ത്രീക്ക് മാത്രമേ ഭവനം പണിയുവാൻ സാധിക്കത്തുള്ളൂ. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് പരിജ്ഞാനമാണ്, ദൈവിക ജ്ഞാനമാണ്, ദൈവഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന ജ്ഞാനമാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ആ ജ്ഞാനമുള്ള സ്ത്രീകളുടെ ഗണത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ പണിയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ പലയിടത്തും എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കത്തക്കവണ്ണമാ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയുടെ പോക്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കത്തക്കവണ്ണം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് നമുക്ക് ശരിയായ നിലയിലുള്ള ഒരു ഭവന നിർമ്മാണ പ്രവൃത്തി, ഭവന നിർമ്മാണ ദൗത്യം എന്ന് തന്നെ ഞാൻ പറയാം, ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ മാത്രമാണ്, ഞാൻ പറയുകയാണ്, എനിക്ക് 4 മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിന്റെ
ആ ആത്മീയ ഭാവി അല്ലെങ്കിൽ നിലനിൽപ്പ്, കെട്ടുറപ്പ്, ആ ഭവനത്തിന്റെ ആ ഫുൾ സ്ട്രക്ചർ അത് പൂർണ്ണമായിട്ടും എന്നിൽ മാത്രം, എന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് നിങ്ങളിൽ എത്ര പേർ സമ്മതിക്കും? ഒരു പക്ഷെ പലരും പറയും അത് പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ കൂടിയ ശരിയായിരിക്കും. ഭർത്താവിനും ഒരു പാർട്ട് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും ഞാൻ പറയാം, അതിന്റെ കൺസ്ട്രക്ഷൻ സൈഡ്, അതിന്റെ നിർമ്മാണ പ്രവൃത്തി, അത് പൂർണ്ണമായും സഹോദരി നിന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാ. നീ മാത്രം ചെയ്യേണ്ടതാ. ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. പക്ഷെ ഞാൻ പറയാം, ഒരു സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോലെ ഒരു പുരുഷന് ഒരിക്കലും ആ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധിക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടില് ഏത് കാര്യത്തിനാണെങ്കിലും ഭർത്താവിന് സാധിക്കുന്ന അല്ലെങ്കിൽ പിള്ളേരുടെ അപ്പന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മയിൽ കൂടെ നിർവഹിക്കാൻ പറ്റുന്ന, അമ്മയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആത്മീയ നിലനിൽപ്പാണ്, ആത്മീയ വിഷയമാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ മൊത്തമായി അത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണ പദ്ധതിയിലെ ഒരു വലിയ ഒരു പാർട്ട് നിർവഹിക്കുന്ന ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ ഈ വചനം പഠിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കുറ്റബോധം തോന്നി. എനിക്ക് പറയാനിപ്പം ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചില ചെയ്തോന്നൊക്കെ പറഞ്ഞെങ്കിലും ചെയ്യാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ, കുറച്ചുകൂടെ ഒക്കെ എനിക്ക് ചെയ്യാമായിരുന്ന അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുവാനിടയായി തീർന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ മക്കളെ, ദൈവം എത്ര മക്കളെ തന്നാലും അവരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്, അല്ലെ ഒരുപോലെ കരുതാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിബേക്കായ്ക്ക് ഒരു വലിയ അബദ്ധം പറ്റി, നമുക്കറിയാമല്ലോ. റിബേക്കായുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇളയവൻ മൂത്തവനെ സേവിക്കും, സോറി. ഇളയ മകനാണ് മിടുക്കനെന്നും അവൻ ആണ് മൂത്തവൻ ദൈവം പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനെന്നും റിബേക്കായ്ക്ക് മനസ്സിലായ നിമിഷം മുതൽ ഈ രണ്ട് മക്കളും ഒന്നിച്ചാ ജനിച്ചത്. മക്കളില്ലാതിരുന്നിട്ട് യാക്കോബിനോട് എന്ന് ഇസാക്കിനോട് എന്ന് വഴക്ക് പിടിച്ചതും, ഇസാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും, ഇസാക്ക് പറഞ്ഞു ഞാനാണ് ദൈവമല്ലേ നിനക്ക് മക്കളെ തരേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ മക്കൾക്ക് വേണ്ടി വളരെ ഭാരപ്പെട്ടതും, എന്നാൽ അവരെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ മേലാതായതും, അവൾ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചതും ഒക്കെ നമുക്കറിയാം. ദൈവം പറഞ്ഞപ്പോൾ ഈ രണ്ടുപേരെയും ഒരുപോലെ കരുതാൻ അവൾക്ക് സാധിച്ചില്ല. ഏശാവിനെ ദ്വേഷിച്ചിട്ട് യാക്കോബിനെ കൂടുതലായി സ്നേഹിപ്പാൻ ഇടയായതും, ആ അനുഗ്രഹം ലഭിക്കേണ്ട സമയത്ത് പോലും യാതൊരു മനസാക്ഷിയും ദാക്ഷിണ്യവും ഇല്ലാതെ ആ മകനെ പ്രച്ഛന്നവേഷം കെട്ടിപ്പോലും പിതാവിന്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം മേടിപ്പിച്ചതും, ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ആ അമ്മ ചെയ്യുവാനിടയാ. അതിന്റെ പരിണിത ഫലമായി ഈ മകനെ അവൾ ഒത്തിരി സ്നേഹിച്ച് വളർത്തി. അവന് അനർഹമായ നിലകളിലൊക്കെ അവന് വേണ്ടി അവൾ പ്രവർത്തിച്ചു. എന്നാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, റിബേക്കായ്ക്ക് അവളുടെ ജീവപര്യന്തം ആ മകനെ കാണാൻ സാധിച്ചില്ല. യാക്കോബ് മടങ്ങി വരുമ്പോൾ, അതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ അറിയാമല്ലോ, ചില അധ്യായങ്ങൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ ചേർത്താ ഞാൻ പറയുന്നത്. യാക്കോബ് തിരികെ വരുമ്പോൾ റിബേക്ക ഇല്ല. അത് മാത്രമല്ല, അവൾ ദ്വേഷിച്ച, അവൾ സ്നേഹിക്കാതിരുന്ന, അവൾ കരുതാതിരുന്ന മകനാണ് അവൾക്ക് അവളുടെ വാർദ്ധക്യത്തിൽ അവൾക്ക് സഹായമായി തീർന്നത്. പക്ഷേ ആ മരുമക്കൾ മുഖാന്തരം അവൾ വളരെ വേദന അനുഭവിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സന്തതിയാണല്ലോ എന്നോർത്തോണ്ട് പ്രത്യേകമായി കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ബുദ്ധി സാമർഥ്യത്തിന്റെ പേരിലോ, ഒരാളുടെ കഴിവിന്റെ പേരിലോ, ആരോഗ്യത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ പേരിലോ ഒന്നും മക്കളെ വേർതിരിച്ച് കാണരുത്.
ഗൃഹനിർമ്മാണത്തിൽ ഒരു സഹോദരി, ഒരു അമ്മ ഏറ്റവും പ്രത്യേകമായി വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപോലെ കരുതുവാൻ, ഒരുപോലെ സ്നേഹിക്കുവാൻ. അവർ ചിലർ പരിമിതിയുള്ളവരായിരിക്കും, ചിലർ കുറവുള്ളവരായിരിക്കും, ഒരാൾക്ക് അല്പം കഴിവ് കുറവായിരിക്കും. അവരെ കൂടുതൽ കെയർ ചെയ്ത് വേണ്ടുന്ന കരുതൽ കൊടുത്ത് അവരെ ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകുവാൻ ഒരു അമ്മയ്ക്ക് സാധിച്ചാൽ ആ ഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അനുഗ്രഹകരമായി മുമ്പോട്ട് പോകുവാനിടയായി തീരും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വരുന്ന അനേക വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയത്തില്ല ഈ സമയപരിധിക്കുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം തീർന്നു കിട്ടുമോ എന്ന്. എന്നാൽ ഈ ഗൃഹനിർമ്മാണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഉള്ള മറ്റൊരു കാര്യമാണ് തുടർച്ചയായുള്ള പ്രാർത്ഥനയും സമർപ്പണവും. നോക്കുക, വളരെ ഗൗരവമർഹിക്കുന്ന കാര്യമാണ് അത് കേട്ടോ. ദൈവസന്നിധിയിൽ ഇരുന്ന് മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ പ്രധാന ദൗത്യം. അപ്പോൾ ദൈവമാണ് ആ ഒരു ദൈവിക പ്രവൃത്തി അവരിലൂടെ ചെയ്തെടുക്കുന്നത്. നാം വചനത്തിൽ കാണുന്നുണ്ട്, കുശവന്റെ വീട്ടിൽ കുശവൻ തൻ്റെ ചക്രത്തിന്മേൽ പണി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ ആ മണ്ണ് അവന്റെ കയ്യിൽ തനിക്ക് ബോധിച്ചതുപോലെ അതിന്റെ പ്രവൃത്തി അത് വന്നില്ല. അത് വരാതെ വന്നപ്പോൾ യിരെമ്യാ പ്രവചനത്തിൽ നമുക്കറിയാമല്ലോ, ആ വാക്യം അറിയാമല്ലോ, അവൻ അത് ചെയ്യാൻ സാധിച്ചില്ല. അത് അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ അവൻ അത് തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതുപോലെ നിങ്ങളോട് ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ മനസ്സിൽ നമ്മുടെ തലമുറയെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായി നമ്മളുടെ ഈ മോൾഡിങ് എല്ലാം. സ്വയം അങ്ങ് മോൾഡിങ് ഏറ്റെടുക്കുക. ഞാൻ നീ ഇന്ന ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണം, ഇന്ന വിഷയം എടുക്കണം, ഇന്ന വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നിങ്ങനെ ഓരോ കാര്യവും അങ്ങ് നമ്മൾ തന്നെ മോൾഡ് ചെയ്യുക. ഇതെല്ലാം അങ്ങോട്ടങ്ങ് വിട്ടുകളയാവോ? ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി, കർത്താവ് ഏത് നിലയിൽ ഈ ഒരു പാത്രത്തെ മെനഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരങ്ങളിൽ മെനയപ്പെടുന്ന പാത്രങ്ങളാണ്. നമ്മുടെ തലമുറകൾ പ്രത്യേകിച്ചും അമ്മമാരുടെ പ്രാർത്ഥനയാൽ മെനഞ്ഞെടുക്കപ്പെടേണ്ടുന്ന മക്കളാണ്. അങ്ങനെ നമ്മൾ നമ്മളുടേതായ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് അവരുടെ വഴിക്ക് വേണ്ടി അവരെ ദൈവം എങ്ങനെ മോൾഡ് ചെയ്യുന്നു അതിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ മാത്രം ഇരിക്കാമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാനിടയായി തീരും. ഹാഗാറ് തന്റെ മകനുമായി മരുഭൂമിയിൽ അലയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയത്തില്ല. ലോകപ്രകാരം പിതാവ് നൽകിയ അപ്പവും പിതാവ് നൽകിയ വെള്ളവും ഒക്കെ തീർന്നുപോയി. അതാണ് ഈ ലോകം നമുക്ക് വേണ്ടി കരുതുന്നതും ലോകം തരുന്നതുമായ കാര്യങ്ങളൊക്കെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതില്ലായ്മയായി പോകും കേട്ടോ. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നാൽ അത് ജീവപര്യന്തം നിൽക്കുന്നതാ. അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാ. ആ ഹാഗാറിന് ആ ഉറവ കാണണമെങ്കിൽ ലോകത്തിൻ്റെതായ ലോകത്തിലെ അവന്റെ പിതാവ് കൊടുത്ത ആ വെള്ളവും അപ്പവും ഒക്കെ തീരണമായിരുന്നു. എല്ലാം തീർന്നു കഴിഞ്ഞ് മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവൾ മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ദൈവം അവളെ ഒരു ഉറവ കാണിക്കുവാനിടയായി തീർന്നു. നോക്കുക, മുമ്പോട്ട് നിന്റേതായ പരിശ്രമ ഫലമായി, നിന്റേതായ അധ്വാന ഫലമായി, നിന്റെ ദർശനം നിന്റെ മക്കളിൽ പൂർത്തീകരിക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒന്ന് വിടുക. ദൈവത്തിന് ചില പ്രത്യേക പദ്ധതികൾ ഈ എന്നെ ശ്രമിക്കുന്ന എൻ്റെ സഹോദരിമാരുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ ചില പദ്ധതികളുണ്ട്. അവരെ ഈ തലമുറയിൽ ലോകത്തിന്റെ മാഹാത്മ്യത്തിന് വേണ്ടി എന്നതിനുപരിയായി ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുവാനുള്ളവരാ. അവരെ കുറിച്ച് ദൈവത്തിന് ചില പരിപാടികളുണ്ട്. കർത്താവേ, എന്റെ തലമുറയെ പറ്റി നീ എന്താഗ്രഹിക്കുന്നുവോ, എന്താണോ നിന്റെ പരിപാടി, അതിനുവേണ്ടി ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കുന്ന ഈ അമ്മമാരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഗൃഹനിർമ്മാണത്തിൽ നിങ്ങളുടേതായ പ്രത്യേക ദൗത്യമാണ് നിർവഹിക്കപ്പെടുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുക. പൂർണ്ണമായ താല്പര്യങ്ങളെ മാറ്റിവെക്കുവാൻ നാം തയ്യാറാകണം. ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ദൈവം ഏറ്റെടുക്കുന്നേ. ദൈവം ഏറ്റെടുക്കുകയും ഏറ്റവും അനുഗ്രഹകരമായി ശുഭകരമായി അത് നിർവഹിക്കുകയും ചെയ്യും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ ഈ അമ്മ എന്ന് പറയുന്ന ആ ശില്പി ഉണ്ടല്ലോ, ഗൃഹനിർമ്മാണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ശില്പി,
അത് അവർ അതിനുവേണ്ടി പൂർണ്ണമായും ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിതമാകുവാനിടയാകണം. ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒരു ശില്പി വളരെ കല്ലിൽ പണി ചെയ്ത് ശില്പങ്ങൾ കൊത്തി ഉണ്ടാക്കുന്ന വിദഗ്ധനായ ഒരു ശില്പി. അയാൾ ഒരു ദിവസം ഇങ്ങനെ ഒരു കല്ല്, ഒരു ഷേപ്പും ഇല്ലാത്ത, ഒന്നും കണ്ടാൽ ഒന്നിനും ഒരിതില്ലാത്ത, ഒരു കൂമ്പാരം പോലെ ഇരിക്കുന്ന ഒരു കല്ലെടുത്ത് വെച്ച് അതിന്റെ അവിടെ ഇവിടെ കൊട്ടുന്നു, കുറെ ഭാഗം ഇടിച്ച് കളയുന്നു, കുറച്ചു ഭാഗം നിലനിർത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഒരു കുഞ്ഞ് വന്ന് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുവായി ചെയ്യുന്നേ? ഇത് ഈ ഒരു ഷേപ്പും ഇല്ലാത്ത ഈ കല്ല് എന്തിനാ ഈ കല്ല് ഇങ്ങനെ ഇടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ ആ മനുഷ്യൻ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ നോക്കുമ്പോൾ നീ ഈ കല്ല് മാത്രമല്ലേ കാണുന്നുള്ളൂ. ഈ കല്ലിന് ഒരു ഷേപ്പും ഇല്ല. ഈ കല്ലിന് എന്തോ ഈ കല്ലും കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നീ കാണുന്നത് ഈ കല്ലായിട്ട് നിനക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇതിനകത്തൊരു മനോഹര ശില്പം കാണുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഇതിലൊരു മനോഹര ശില്പം ഒളിഞ്ഞിരിപ്പുണ്ട് മോനെ. അതിനെ ഒന്ന് പുറത്തെടുക്കണമെങ്കിൽ കുറച്ച് കൊട്ടിയും പൊട്ടിച്ചും നിർത്തിയും അല്ല ഷേപ്പ് ചെയ്തും ഒന്ന് ഉരുമിയും രാഗിയും പല പല പരിപാടികൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ മനോഹര ശില്പം പുറത്തു വരത്തുള്ളൂ. ഇതിനിട്ട് ഓരോ അടി അടിക്കുമ്പോഴും ഇതിന്റെ ആ ശില്പത്തിന്റെ സൗന്ദര്യമാ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. പക്ഷെ നീ നോക്കുമ്പം ഒരു കാര്യവും ഇല്ലാതെ ഈ മനുഷ്യൻ അധ്വാനിക്കുക, ഒരു കാര്യവുമില്ലാതെ ഈ കല്ലടിച്ചു പൊട്ടിക്കുക. ദൈവ പൈതലെ, നമ്മെ പറ്റി, നമ്മുടെ തലമുറയെ പറ്റി ദൈവം കാണുന്ന മനോഹരകരമായ അനുഗ്രഹകരമായ ഒരു ഭാവിയുണ്ട് കേട്ടോ. ശ്രേഷ്ഠമായ ഒരു പദ്ധതിയുണ്ട്. അതിനായി ചിലപ്പോൾ ചില ശോധനകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടത്തി വിട്ടേക്കാം. ലോകം നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, കാരണം ലോകത്തിന് ദർശനമില്ലല്ലോ. പക്ഷെ ഈ ശില്പിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, ഈ അമ്മ തന്റെ മക്കളിൽ ഈ ദൗത്യം നിർവഹിക്കപ്പെടുമെന്നുള്ള, അല്ലെങ്കിൽ അവരിൽ കൂടെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാനുള്ള ആ വലിയ പ്രവൃത്തിയെ പറ്റിയുള്ള ഒരു ദർശനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ സ്ഥാനത്ത്, ആ ശില്പിയുടെ സ്ഥാനത്ത് നമ്മൾക്ക് ഓരോരുത്തരും നിലനിൽക്കാമെങ്കിൽ ദൈവപ്രവൃത്തി നമ്മളുടെ തലമുറയുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും. ഒരുപക്ഷെ ഒരു പീരീഡ്, ഒരു കാലഘട്ടം എടുത്തേക്കാം, കുറച്ചേറെ സമയം എടുത്തേക്കാം. പക്ഷെ ഈ സമയമൊന്നും നമുക്കൊരു വിഷയമല്ല. ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ദൈവം അത് ചെയ്തു കൊള്ളട്ടെ. അതിന് തയ്യാറാകണം. അതിന് വെയിറ്റ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് ഇന്ന് ആർക്കും അങ്ങനെ കാത്തിരിക്കാൻ സമയമില്ലല്ലോ. നോക്കി നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാര്യവും തക്കതായ സമയത്ത് ഒരു വർഷം പോലും മിസ്സാകാതെ എല്ലാ വിഷയങ്ങളും ജയിച്ചൊക്കെ എല്ലാം പഠിച്ചൊക്കെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അവരെ ഉദ്ദേശിക്കുന്ന പ്രായത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള ബദ്ധപ്പാടോടെ അമ്മമാരും ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ മോൾഡിങ്ങിനായി ചില കഷ്ടതകൾ വന്നാൽ, ചില വേദനകൾ വന്നാൽ, ചില സങ്കടങ്ങൾ വന്നാൽ അതിനെ ഒന്നും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു ഗൃഹനിർമ്മാണ ദൗത്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അമ്മയായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് അങ്ങനെയുള്ള ഒരു പദ്ധതി നമ്മളിലൂടെ നിർവഹിച്ചെടുക്കുവാനുണ്ട്. നോക്കുക, ഇതിന്റെ അവസാന സമയത്തിലേക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിനായി കൺക്ലൂഡിംഗ് ആയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ സമയം ഏകദേശം തീരുന്നുവല്ലോ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും കൃത്യമായും നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്നിൽ കൂടെ നീ ഒരു കൂട്ടുവേലക്കാരിയാകട്ടോ. നീ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരിയാ, ദൈവത്തിന്റെ സഹപ്രവർത്തിയാ. നീ ഒരു പക്ഷേ സ്റ്റേജിലൊന്നും നിന്ന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ ശാന്തമായി മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നുള്ളെങ്കിലും ഒരു പക്ഷെ നിന്റെ കണ്ണുനീരിന് ഇപ്പോൾ അതിന് മറുപടി ഒന്നും കണ്ടില്ല. കുറെ നാളായല്ലോ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് വീട്ടിലുള്ളവർ പോലും ചോദിക്കും. ഇത്രയും നാളെ നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കും. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിന്റെ വിഷയത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, നിന്റെ സഭയിൽ നിനക്കൊരു ദൗത്യമുണ്ട്, നിന്റെ കുടുംബത്തിനൊരു ദൗത്യമുണ്ട്, നിന്റെ ദേശത്തിന് വേണ്ടി. ആ വിഷയത്തിലേക്ക് കടക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. ദേശത്തിന് വേണ്ടിയുള്ള നിലവിളിക്ക് സഹോദരിമാരെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാളുകളിൽ ദൈവം നമ്മെ കൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിവർത്തിക്കുവാനുള്ളത്
നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാ, ദൈവത്തിന്റെ കൃഷിയിലെ ഭാഗഭാക്കുകളാ നിങ്ങൾ. ദൈവം ചെയ്യുന്ന കൃഷിക്ക്, ആ കൃഷിയുടെ ഏറ്റവും ഫലവത്തായ ഒരു അവസ്ഥയിലേക്ക്, ദൈവസഭ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് വളർത്തപ്പെടുന്ന അനുഗ്രഹകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ആ കൃഷിയിലുള്ള പങ്കാളിത്തം അവഗണിച്ച് കളയുവാൻ പാടില്ല. അത് മാത്രമല്ല, ഗൃഹനിർമ്മാണ ദൗത്യവും ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കണം. ഒരുപക്ഷെ നമ്മുടെ മക്കളെ പണിയുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരെ, അതുപോലെ നാം അറിയുന്ന നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ, മറ്റു പലരും ഉണ്ടാകാം. അവരെ ഒക്കെ ഈ ദൈവത്തെങ്കിലേക്ക് വിളിച്ചെടുപ്പിക്കുന്ന, അവരുടെയൊക്കെ ജീവിതം ക്രമീകരിക്കുന്ന. പ്രിസ്കില്ലായുടെ ജീവിതം അതായിരുന്നു. പ്രിസ്കില്ലായിക്ക് ബർന്നബാസിനെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രത്യേകമായ കൃപ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. യൗവനക്കാരെ കൊള്ളാവുന്നവരാക്കി എടുക്കുവാൻ ആ സഹോദരിമാരെ ദൈവം ആഗ്രഹിക്കുക. പാസ്റ്റർക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, പാസ്റ്ററുടെ ഭാര്യയ്ക്ക് മാത്രമല്ല, സഭയിലെ സഹോദരിമാരായ ഓരോരുത്തരും അവരുടെ ദൗത്യം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃഷിയായി, വളർച്ചയ്ക്കായി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. അല്പസമയം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഒരുപക്ഷെ നാം നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം, ഒത്തിരി കാലമായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലും കാണാതിരിക്കുകയായിരിക്കാം. എന്നാൽ നീ കരയേണ്ട കേട്ടോ. നിന്റെ കരച്ചിൽ എന്നും കരയല്ല. കൃഷിക്കാരൻ തന്റെ കൃഷിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടാണെങ്കിൽ അവൻ കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരുന്ന ഒരു ദിവസം അവന് മുമ്പിലുണ്ട്. വിത്ത് വിതയ്ക്കുമ്പോൾ കരയുന്നവന് കറ്റ ചുമക്കുമ്പോൾ ആർക്കുവാൻ സാധിക്കും. നിന്നിൽ കൂടെ നിനക്കൊരു കൊയ്ത്ത് ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. നാളുകളായി കരഞ്ഞ വിഷയത്തിന്റെ മേൽ, നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തിക്കായി ഈ നാളുകളിൽ തലമുറയുടെ എല്ലാ ആത്മീയ ഭൗമിക വിടുതലുകളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ഈ സമയം, നിങ്ങൾ ഏത് സമയത്താണ് എന്നെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നാം ആയിരിക്കുന്ന ടൈം സോണിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. നീ ഒരു വലിയ ആത്മീയ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുക. നീ ഒരു വലിയ കൂട്ടുവേലയിൽ ഏർപ്പെട്ടിരിക്കുക. നിന്റെ കൂട്ടത്തിൽ സാധാരണ ഒരു മനുഷ്യനല്ലുള്ളത്, സർവശക്തനായ ദൈവമാ. ദൈവത്തിന്റെ കൃഷി നീ ചെയ്യുവാൻ നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുക. നിന്റെ ഭവനം അത് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിനായി നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. അതിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സ്വാർത്ഥമായ ചിന്താഗതികൾ മുഖാന്തരമായി ആത്മീയ വിഷയത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട് ഭൗമികമായ കാര്യത്തിന് നീ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ ഹിതത്തിനായി, നിന്റെ നാമമഹത്വത്തിനായി എന്നെയും എന്റെ തലമുറയെയും എന്റെ ജീവിതത്തിലുള്ള ഞാൻ ഇടപെടുന്ന എന്റെ സകല ബന്ധത്തിലുള്ള ആളുകളെ, എന്റെ ജീവിത പങ്കാളിയെയും എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഈ നാളുകളിൽ കൂടുതൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആത്മീയ വിഷയമായി മാത്രം ചിന്തിച്ചുകൊണ്ട്, ദൈവരാജ്യവ്യാപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് അവസരം നൽകിയ കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ സിസ്റ്റേഴ്സ്